ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് കോഴിയില്ലാത്ത കോഴിക്കാലം ഉണ്ടാക്കില്ല. അതിന് വേണ്ടി ഒരു മരിച്ചിനെ നന്നായിട്ട് കഴുകി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നേരെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിൽ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം. വെളുത്തുള്ളി ചതച്ചിടുക, ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക, നമ്മുടെ പച്ചമുളക് കുനുകുനാ അരിഞ്ഞതിട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ ഗരം മസാല, ചിക്കൻ മസാല, അത് കഴിഞ്ഞ് നമ്മുടെ കടലമാവ് 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 സ്പൂൺ വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. റെസ്റ്റൊക്കെ വെച്ചതിന് ശേഷം അപ്പോഴേക്കും നമുക്ക് നേരെ ഒരു കടായി എടുത്ത് വെച്ച് അതിൽ ഓയിലൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 5-6 പീസ് നമ്മളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇതേപോലെ കാണുന്നില്ലേ, ഇങ്ങനെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ച് വെച്ച് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ സത്യമായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ കോഴിയില്ലാത്ത കോഴിക്കാല് പോലെ തന്നെയാണ്, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം പൊരിച്ച് ഇതേപോലെ ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ടതിന് ശേഷം എല്ലാം പൊരിച്ച് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കട്ടി കുറച്ച് കൂടിപ്പോരും. നമ്മളിങ്ങനെ മരിച്ചിനെ അരിയുമ്പോഴേക്കും കട്ടി കുറച്ച് തന്നെ അരിയണം കേട്ടോ. എല്ലാം റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.